Hi friends, Freestyles മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ മാക്രോണി പാസ്തയുടെ റെസിപ്പിയാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. വളരെ ഈസിയായി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അധികം ആൾക്കാർക്കും ഈ മാക്രോണി എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നോക്കി നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്രോണി പാസ്ത വളരെ ഈസിയാണ്, നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ മാക്രോണി ആക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാക്രോണി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമ്മുടെ മാക്രോണി ഒട്ടിപ്പിടിക്കാനും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാക്രോണി നിങ്ങൾ ഏതാണ് എടുക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൊണ്ട് ഞാൻ നന്നായി മിക്സായി കൊടുക്കാം. ഇത് ചൂടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നന്നായി ഒട്ടിപ്പിടിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു, ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാൻ മറക്കരുത്. ഒട്ടിപ്പിടിക്കാൻ സാധ്യതയിലോട്ട് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ഇളക്കുന്ന സമയത്ത് മനസ്സിലാകും ഇതൊന്നും ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ മാക്രോണി പാസ്ത നന്നായി വെന്ത് വന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് വെന്തിനൊന്ന് നോക്കാം. കൈ കൊണ്ട് ഉടച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെന്തിന് നോക്കാം. നമ്മളെ വാലിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിങ്ങനെ നിങ്ങൾ അടി പിടിക്കാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിൻ വെച്ച് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിപ്പ് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിയൊരു സൈസിലുള്ള അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാക്രോണി പാസ്ത അരിച്ചോളി. അപ്പോൾ ഞാൻ പകുതിയായിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് സ്ട്രെയിൻ ആകട്ടെ. നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് സ്ട്രെയിൻ ആകട്ടെ. നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ കൊഴുപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലായി, വളരെ തിക്കായിട്ടുള്ള ഒരു വെള്ളമാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നന്നായി ഒട്ടിപ്പിടിക്കാൻ സാധ്യത. പിന്നെ മുകളിലോട്ട് നമുക്ക് 1 ഗ്ലാസോളം പച്ചവെള്ളം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്ത ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് അപ്പോൾ നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. മാക്കറോണി പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ചെറിയ ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി അതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലിയും ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയും 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റ് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേവിച്ച് വെച്ച പട്ടാണി കടല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പിന്നെ ബീൻസും അതുപോലെ തന്നെ കോളിഫ്ലവറും ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2 പച്ചക്കറി മാത്രമേ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഞാനൊരു നല്ല അടികെട്ടുള്ള പാത്രത്തിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ചേർത്തോട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ പച്ചമുളക് പോകുന്ന വെച്ചിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അത് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നായി മൂത്ത് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം.
അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഉപ്പ് ചേർക്കുന്ന പണി ആയിട്ടില്ല. അപ്പോൾ ഇത് നന്നായി വഴറ്റി കൊടുത്താൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റ്, ഗ്രീൻ പീസ് ഇത് രണ്ടും കൂടി ചേർത്ത് ഇനി നന്നായി മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി നന്നായി ചേർത്ത് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ പുളിനാരയുടെ നീര് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചേർത്ത് വാഴാൻ ആവശ്യമുള്ളത് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി ചേർത്തൊന്ന് നിർത്താം. 2-3 മിനിറ്റ് നന്നായി വേവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ സമയം എടുക്കുന്നതിന് കുഴപ്പമില്ല. ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം കുറച്ചൊരു ക്രീമി ടെക്സ്ചറിൽ ഈ ഒരു ടെക്സ്ചറിലാണ് എനിക്ക് ഇതിൻ്റെ മസാല വേണ്ടത്. എന്നാലേ നമ്മുടെ മാക്രോണി നന്നായി മിക്സ് ആവുള്ളൂ. നമ്മുടെ മസാല റെഡി ആയിരുന്നു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാക്രോണി പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാക്രോണി പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഇന്ത്യൻ മാക്രോണി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കഴിക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി മാക്രോണി പാസ്ത നമ്മുടെ വീട്ടിൽ ഈസിയായി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ മാക്രോണി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പച്ചക്കറി മറ്റും ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ട്വിസ്റ്റൊക്കെ മാറ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.